नमस्ते। आज की कक्षा में सबको स्वागत। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിത പഠിച്ചു. സരിത ശർമ്മയുടെ ബേട്ടി എന്ന് പേരുള്ള കവിത. ഇന്ന് നമ്മളൊരു പുതിയ കവിതയാണ് നോക്കുന്നത്. അനാമിക എഴുതിയ മൗസിയ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അവർ സ്ത്രീവാദി കവയിത്രിയാണ്. ആധുനിക കാലത്തിലെ ഹിന്ദി ഭാഷയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കഥാകാരിയും നോവലിസ്റ്റും ഒക്കെയാണ്. ഇംഗ്ലീഷിലാണ് MA PhD ഒക്കെ കഴിഞ്ഞത്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ അധ്യാപികയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഹിന്ദി കവിതയെ സമൃദ്ധമാക്കിയ ഒരു സാഹിത്യകാരി കൂടിയാണ് അനാമിക. അപ്പോൾ അനാമികയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന അവരുടെ കവിതയുടെ പേരാണ് മൗസിയം എന്ന് പറയുന്നത്. മൗസിയം എന്ന് പറഞ്ഞാൽ മദേഴ്സ് സിസ്റ്ററാണ്. നമ്മൾ ഇളയമ്മമാർ, അമ്മയുടെ അനിയത്തിമാരെ പറയുന്നതാണ് മൗസിയം എന്ന് പറയുന്നത്. അപ്പോൾ അനാമികയുടെ നമുക്ക് അനാമിക ആരാണ് നമുക്ക് നോക്കാം. എവിടെയാണ് ജനിച്ചത്, അവരുടെ രചനകൾ ഏതാണ്, ഏതെല്ലാം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. അനാമിക ജന്മ 17 अगस्त 1961 മുസഫർപൂർ, ബീഹാർ. ബീഹാറിലെ മുസഫർപൂറിലെ 1961 ഓഗസ്റ്റ് 17 അവർ ജനിച്ചത്. ബീഹാറിലാണ്. ശിക്ഷ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം MA PhD അംഗ്രേസി. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് MAയും PhD നേടിയിട്ടുള്ളത്. അത് ദില്ലി വിശ്വവിദ്യാലയ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD MAയും നേടിയിട്ടുള്ളത്. ഇനി അവരുടെ രചനകളാണ് നെക്സ്റ്റ്. രചനായം ഗലത് പത്തേ കി ചിട്ടി, ബീജാക്ഷർ, അനുഷ്ടുബ്, ഗുർദുരി ഹത്തേലിയ, കവിത മേ ഔരത്, ധൂപ്ദാൻ, കവിതാ സംഗ്രഹ്, പോസ്റ്റ് വാർ വിമൻ പോയറ്റ്സ്, ഡൺ ക്രിറ്റിസിസം ഡൗൺ ദി ഏജസ്, स्त्रीत्व का मानचित्र, वेयर किंगफिशर्स कैच फायर, आलोचना, मन मांझने की ज़रूरत, पत्थर जो पानी पीता है, निबंध, अवांतर कथा, 10 द्वारे का पिंजरा, तिनका तिनके पास, उपन्यास, कहती है औरतें, സമ്പാദിത കവിത സംഗ്രഹ്. അപ്പോൾ അവരുടെ കുറച്ച് രചനകളാണ് നമ്മളിതിൽ, രചനകളുടെ പേരുകളാണ് നമ്മളിതിൽ പറഞ്ഞത്. ഗലത് പത്തേ കി ചിട്ടി, ബീജാക്ഷർ, അനുഷ്ടുബ്, ഖുർതുരി ഹത്തേലിയ, കവിത മേ ഔരത്ത്, ധൂപ്ദാൻ. ഇതെല്ലാം കവിതാ സമാഹാരങ്ങളാണ്. കവിതാ സംഗ്രഹ, കവിതാ സമാഹാരങ്ങളാണ്. പോസ്റ്റ് വാർ വിമൺ പോയറ്റ്സ്, ഡൺ ക്രിറ്റിസിസം ഡൗൺ ദി ഏജസ്, സ്ത്രീത്വ കാ മാൻചിത്ര, വെയർ കിംഗ്ഫിഷേഴ്സ് കേച്ച് ഫയർ, ആലോചന ക്രിറ്റിസിസമാണ്. മൻ മാഞ്ചനെ കി ജറൂരത്ത്, പത്ര ജോ പാനി പീത്ത ഹെ, നിബന്ധ് എസ്സെയാണ്, ഉപന്യാസമാണ്. അവാന്തർ കഥ, 10 ദ്വാരെ കാ പിഞ്ചര, തിൻകാ തിൻകെ പാസ്, ഉപന്യാസ് നോവലാണത്. कहती है ഔരത്ത്, സമ്പാദിത കവിതാ സംഗ്രഹ്. कहती है ഔരത്ത് എന്ന് പറയുന്നത് അദ്ദേഹം എഡിറ്റ് ചെയ്ത ഒരു കവിതാ സമാഹാരമാണ് അനാമികയുടെ. ഇത്രയുമാണ് അവരുടെ രചനകൾ. ഇനി അവർ നേടിയിട്ടുള്ള സമ്മാനങ്ങൾ, പുരസ്കാരങ്ങൾ എന്താണെന്ന് നോക്കാം. സമ്മാൻ, രാഷ്ട്രഭാഷാ പരിഷത്ത് പുരസ്കാർ, ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ, ഗിരിജാ കുമാർ മാഥുർ പുരസ്കാർ, ഋതുരാജ് സമ്മാൻ, സാഹിത്യകാർ സമ്മാൻ. ഇനി അവർ അനാമികയ്ക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ, അവാർഡുകളാണ് പറയുന്നത്. രാഷ്ട്രഭാഷാ പരിഷത്ത് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഭരത് ഭൂഷൺ അഗ്രവാളിൻ്റെ പേരിലുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഗിരിജാകുമാർ മാഥുർ സാഹിത്യകാരനാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഋതുരാജ് സമ്മാൻ, അതുപോലെ തന്നെ സാഹിത്യകാർ സമ്മാൻ. ഇത്രയും പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. അപ്പോൾ ആധുനിക കാലത്തെ ഒരു കവയിത്രിയായിട്ടാണ് നമ്മൾ അനാമികേനെ അവിടെ കണക്കാക്കുന്നത്. 1961 അവർ ജനിച്ചിട്ടുള്ളത്. 1960 ശേഷമുള്ള രചനകളും. ഇപ്പോൾ അതുപോലെ തന്നെ സമ്പ്രതി എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്. റീഡർ,
अंग्रेजी विभाग सत्यवती कॉलेज दिल्ली विश्वविद्यालय दिल्ली ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള സത്യവതി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ റീഡറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഇംഗ്ലീഷിലാണ് എം.എയും PhD നേടിയത്. പക്ഷേ ഹിന്ദി കാവ്യലോകത്തെ സമൃദ്ധമാക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. तो आधुनिक समय में हिंदी भाषा के प्रमुख कहानीकार और उपन्यासकार भी है अनामिका. अंग्रेज़ी की प्राध्यापिका है. इसके बावजूद हिंदी कविता को समृद्ध करने वाली कवयित्री है अनामिക. वह एक നാരീവാദി കവയത്രി है. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നൊരു കവയത്രി കൂടിയാണ്. നാരീവാദി കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൗസിയാം എന്ന് പറയുന്ന കവിത. അപ്പോൾ ഇതിൽ മൗസിയാം എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്, അതായത് ഒരു പെൺകുട്ടി ഗർഭിണിയായി ആണ് എന്നുള്ള വിവാഹം കഴിച്ചു കൊടുത്തൊരു പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ഓടി വരുന്ന ബന്ധുക്കളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അവരെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എന്തെല്ലാം സാധനങ്ങളായിട്ട് വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ മൗസിയാം എന്ന് പറയുന്ന ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അനാമിക മൗസിയ എന്ന് പറഞ്ഞാൽ മദേഴ്സ് സിസ്റ്ററാണ് മൗസിയാം എന്ന് പറയുന്നത്. കവിത നോക്കാം. വേ ബാരിഷ് മേ ധൂപ് की तरह आती है थोड़े समय के लिए और अचानक हाथ के बुने स्वेटर इंद्रधनुष तिल के लड्डू और सगोर की साड़ी लेकर वे आती है झूला झुलाने. सदोर की साड़ी लेकर वह आती है झूला झुलाने. पहली मितली की खबर पाकर और गर्भ सहलाकर लेती है अंतरिम रपट ग्रह चक्र बिस्तर और कुतरा उदासियों की. ये मौसियाँ किसकी तरह आती है? ഇവരെ ഇളയമ്മമാരെ എങ്ങനെയാണ് വരുന്നത്, എന്തിനെ പോലെ വരുന്നതെന്ന് പറയുന്നത്. ബാരിഷ് മേ ധൂപ് കി തര ആത്തി ഹെ. അതായത് നമ്മൾ മഴയുടെ ഇടയിൽ വരുന്നൊരു വെയിൽ പറക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുക, അതുപോലെ ഈ ബാരിഷ് മേ ധൂപ് കി തര ആത്തി ഹെ. മഴയത്ത് വെയിലിനെ പോലെയാണ് അവർ വരുന്നത്. അതായത് പെട്ടെന്നൊരു വെയിൽ ഉദിക്കുക, മഴ പെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വെയിൽ വരിക. അപ്പോൾ അതുപോലെയാണ് അവർ പെട്ടെന്നുള്ളൊരു ഓടിവരവാണ്. അത് എന്തറിയുമ്പോഴാണ്, ഒരു കുറച്ച് നേരത്തേക്കാണ് വരുന്നത്. തോടി സമയക്കേലിയ ഒരു അചാനക്, കുറച്ച് നേരത്തിന് വേണ്ടിയിട്ട് വിശേഷങ്ങൾ അറിയാനായിട്ട് ഓടി വരുന്നവർ. ഒരാൾക്ക്, അതായത് കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടി പ്രഗ്നൻ്റായെന്നറിഞ്ഞാൽ ആ സന്തോഷ വാർത്ത കേട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് അവർ ഓടി വരികയാണ്. അതായത് ഈ മഴയുടെ ഇടയിൽ കൂടെ പെട്ടെന്നൊരു വെയിൽ പറക്കുന്നത് പോലെയാണ് അവരുടെ ഓടി വരവെന്ന് പറയുന്നത്. കുറച്ച് സമയത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അവർ അചാനക്, ഇങ്ങനെ പെട്ടെന്നാണ് വിളിച്ചറിയിച്ചിട്ട് പെട്ടെന്നൊരു വരവാണ്. നമ്മൾ വെയിൽ പെട്ടെന്ന് വരുന്നത് പോലെ, നല്ല മഴ പെയ്തിട്ട് പെട്ടെന്നൊരു വെയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതേ അവസ്ഥയിൽ കുറച്ച് സമയത്തിന് വേണ്ടിയിട്ടുള്ള വരവാണ്. എന്തൊക്കെയായിട്ടാണ് വരുന്നത്? ഹാത്ത് കെ ബുനെ സ്വെറ്റർ इंद्रधनुष तिल के लड्डू और सदोर की साड़ी लेकर वे आती है. എങ്ങനെയാണ് അവർ വരുന്നത്? ഹാത്ത് കെ ബുനെ സ്വെറ്റർ, അവരവരുടെ കൈക്കൊണ്ട് തുന്നിയുണ്ടാക്കിയ സ്വെറ്റർ ഉണ്ടാവും അവരുടെ കയ്യിൽ. പിന്നെന്താണ്? തിൽ കെ ലഡ്ഡു, എള്ളിൻ്റെ ലഡ്ഡു. ഇന്ദ്രധനുഷ്, നല്ല കളർഫുള്ളായിട്ടുള്ള സ്വെറ്ററൊക്കെ ഇട്ട് അവർ കൈകൊണ്ട് തുന്നിയ സ്വെറ്ററായിട്ട്, അതുപോലെ തന്നെ എള്ളിൻ്റെ ലഡുവായിട്ട്. അവർ സദോർ കി സാഡിയിലേക്കർ, സദോർ കി സാഡി നല്ല ഇഴയടുപ്പമുള്ള സാരിയൊക്കെ ആയിട്ട് അവർ. വേ ആത്തി ഹെ, ആരാണ് വരുന്നത്? ഈ മൗസിയാം ആത്തി ഹെ. അപ്പോൾ വേ ബാരിഷ് മേ ധൂപ് കി തര ആത്തി ഹെ. വേ എന്ന് പറയുന്നത് മൗസിയാം ബാരിഷ് മേ ധൂപ് കി തര ആത്തി ഹെ. കുച്ച് സമയ കെ ലിയെ, തോടെ സമയ കെ ലിയെ വഹ് ആത്തി ഹെ. കിസ്കി തര? ബാരിഷ് മേ ധൂപ് കി തര ആത്തി ഹെ. कैसे आती है? अचानक आती है. यहाँ आते समय इसके हाथ में क्या क्या है? ഒരു വരുന്ന സമയത്ത് അവരുടെ കയ്യിലെന്താ ഉണ്ടാവുക? എന്ത് വാർത്ത കേട്ട് കഴിയുമ്പോഴാണ് അവർ വരുന്നത്? ലഡ്ക്കി ഗർഭവതി ഹോ ജാനെ കി ഖബർ മിൽത്തെ സമയ.
ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്ത പെൺകുട്ടി അവിടെ പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞാൽ അവർ ബാരിഷ് കെ ബീച്ച് में आए धूप की तरह आती है और थोड़े समय के लिए आती है. വരുമ്പോൾ അവരുടെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങൾ എന്താണ്? ക്യാ ക്യാലാത്തെ ഹെ, എന്തെല്ലാമാണ് കൊണ്ടുവരുന്നത്? അപ്പനെ ഹാത്ത് കെ ബുനെ സ്വെറ്റർ, തിൽ കെ ലഡു, ഹാത്ത് സെ ബനാ ഹുവ തിൽ കെ ലഡു, അവർ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ലഡു അല്ല സെറ്റർ, തുന്നി ഉണ്ടാക്കിയ സെറ്റർ. അവർ സാരി ലേക്കർ വയാത്തി ഹെ, സാരിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അതെല്ലാം അവരുടെ കൈകൊണ്ട് സ്വയം ഉണ്ടാക്കിയ സാധനങ്ങളുമായിട്ടാണ് ഈ പെൺകുട്ടിയെ കാണാനായിട്ട് വരുന്നത്. ഇനി എന്താണ് പറയുന്നത്? വേ ആത്തി ഹെ झूला झुलाने, पहली मितली की खबर पाकर और गर्भ सहलाकर लेती है अंतरिम रपट, गृह चक्र, बिस्तर और गुदरा उदासियों की. पहली मितली की, मितली എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുക, ഗർഭവതി എന്നുള്ള അർത്ഥം. पहली गर्भवती हो जाने की खबर आते समय, അത് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയി എന്നുള്ള വാർത്ത അറിയുമ്പോൾ വേ ആത്തി ഹേ झूला झुलाने के लिए आती है, അവരുടെ ഊഞ്ഞാലാട്ടാനായിട്ട് झूला झुलाने के लिए आती है. पहली गर्भ की खबर सुनकर झूला झुलाने के लिए आती है. പിന്നെന്തിനാണ്? और गर्भ सहलाकर लेती है अंतरिम रपड, गृह चक्र, बिस्तर और गुदरा उदासियों की. गुदरा उदासी എന്ന് പറഞ്ഞാൽ गर्भकाल की आलस्य को, गुदरा उदासियों की എന്ന് പറഞ്ഞാൽ गर्भकाल के आलस्य को दूर करने के लिए, सलाह देने के लिए. ഇവിടെ गर्भकाल के आलस्य का दूर करने का सलाह देने के लिए, ആ ഗർഭകാലത്തുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ അതിനെയെല്ലാം ഇല്ലാതാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് പറയാനായിട്ട്. അന്തരിം രപ്പഡ്, അതായത് ഒരു ഇടക്കാല റിപ്പോർട്ട്, അതായത് എങ്ങനെയൊക്കെ അതിനെ നമുക്ക് കടന്നു പോകാം, ഈ ബുദ്ധിമുട്ടുകളങ്ങ് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം. അതുപോലെ ഗൃഹചക്ര പഥാനയ്ക്കെലിയെ, ആ ജ്യോതിഷം പറയാനായിട്ട്. अंतरिम रपड सुनाने, गृहचक्र बनाने और गर्भकाल के आलस्य को निपटाने का सलाह देने के लिए ये मौसियाँ आती है. ആ ഗർഭകാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനെങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇന്തിനെ പോലെ വരുന്നത്. ബാരിഷ് മേ ധൂപ് കി തര ആത്തി ഹെ, ഒരു മഴയുടെ ഇടയിലുണ്ടാകുന്ന ഒരു വെയിൽ പരക്കുന്നത് പോലെയുള്ള അവരുടെ വരവ്. അചാനക് ആത്തെ ഹേ, തോടെ സമയക്കേലി ആത്തെ ഹേ, പെട്ടെന്ന് വരുന്നു, കുറച്ച് സമയത്തിന് വേണ്ടി വരുന്നു, കുറേയേറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പെൺകുട്ടി ഗർഭിണിയെന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട്, ഊഞ്ഞാലാട്ടാനായിട്ട്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്, ഗൃഹചക്രം പറയാനായിട്ട്, എങ്ങനെ അതിൻ്റെ ആലസ്യം അതെല്ലാം എങ്ങനെ ഇല്ലാതാക്കാം ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടാണ് അവർ വരുന്നത്. വരുമ്പോൾ അവർ കയ്യിൽ എന്തുണ്ടാവും? ഹാത്ത് കെ ബുനെ സ്വെറ്റർ, तिल के लड्डू और साड़ी, ये सब लेकर वे मौसियाम आती हैं. ഈ വക സാധനങ്ങളുമായിട്ടാണ് ഈ മൗസിയാം ഇവിടേക്ക് പെൺകുട്ടിയെ കാണാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിലെ झाड़ती है झाले, संभालती है बक्से, मेहनत से सुलझाती है भीतर तक उलझे बाल, कर देती है छोटी पाटी और डांटती भी जाती है कि जी पगली तू किस धुन में रहती है कि बालों की गांठें भी तुझसे ठीक से निकलती नहीं. झाड़ती है झाले, झाले എന്ന് പറഞ്ഞാൽ നമ്മൾ മാറാല, झाड़ती है എന്ന് പറഞ്ഞാൽ അടിച്ചു വരെ. झाड़ती है झाले അതായത് ചിലന്തി വല കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് അടിച്ചു വരാനും. സംഭാൽത്തി ഹെ ബക്സെ അതായത് ആസ്പാസ് സാഫ് കർണേ കെ ലിയെ, ചുറ്റുപാടും ഒന്ന് അടിച്ച് വൃത്തിയാക്കാനായിട്ട്. മെഹനത് സെ സുലജാത്തി ഹെ ഭീതർ തക് ഉലച്ചേ ബാൽ, ഉലച്ചേ ബാൽ തന്നെ കെട്ടുപിടിച്ച് കിടക്കുന്ന മുടി, അത് വളരെ കഷ്ടപ്പെട്ട് മെഹനത് സെ സുലജാനെ കെ ലിയെ, അപ്പോൾ മുടിയൊക്കെ ആകെ കെട്ടുപിടിച്ച് കിടക്കുന്ന മുടിയൊക്കെ വേർതിരിച്ച് വൃത്തിയാക്കാനായിട്ട്.
കർ ദേത്തി ഹേ ചോട്ടി പാട്ടി, അതായത് മുടിക്കെട്ട് അത് ടീക്ക് കർ ദേത്തി ഹേ, നേരെയാക്കി കൊടുക്കുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കല്ലേ ചെയ്യുന്നത്. യേ മൗസിയാം അല്ലെങ്കിൽ വേ ലോഗ് ഗർഭേ ആക്കർ ജാലെ ജാഡ്തി ഹേ ബഹുത്ത് മെഹനത് സേ ആസ്പാസ് സാഫ് കർത്തി ഹേ. വീട്ടിലുള്ള പൊടിയും മാറാലയൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നു, ചുറ്റുപാടും വൃത്തിയാക്കുന്നുണ്ട്. और उसी तरह ये लड़की के बाल ठीक करती हैं. ഈ പെൺകുട്ടിയുടെ മുടിയൊക്കെ അവിടെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഉലച്ചേ ബാൽ ടീക്ക് കർ ദേത്തി ഹേ, ആ കെട്ട് പിടിച്ച് കിടക്കുന്ന മുടികളെയൊക്കെ നേരെയാക്കി കൊടുക്കുന്നുണ്ട്. ചൂട്ടി ബി ടീക്ക് കർ ദേത്തി ഹേ, ആ മുടിക്കെട്ട് പോലെ അവർ നേരെയാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നും ഈ പെൺകുട്ടി അറിയുന്നില്ല, അവരെല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട്. और डांटती भी जाती है कि री पगली तू किस धुन में रहती है. ഡാൺത്തി ബി ജാത്തി ഹേ, ശകാരിക്കും ചെയ്യുന്നുണ്ട്, വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ്? കബി ഡാണ്ട് കർ ദേത്തി ഹേ, ചിലപ്പോൾ ഒരു വഴക്ക് പറയുന്നുണ്ട് സ്നേഹത്തോടെ. ഹേ പകലി തൂ ക്യാ സോച്ച് വിചാർമേ, നീ എന്താണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വഴക്കും പറയുന്നുണ്ട്. മുടി ആകെ കെട്ടുപിടിച്ച് കിടക്കുന്നുണ്ട്, അതെല്ലാം നേരെയാക്കി കൊടുക്കുന്നു. ഇടയ്ക്ക് ഒരു വഴക്കും പറയുന്നുണ്ട്. എന്താണ്? രീ പകലി തൂ കിസ് ദുന്മേ രത്തി ഹേ, കിസ് ദുന്മേ, ദുൻ എന്ന് പറഞ്ഞാൽ സോച്ച് വിചാർ, ചിന്ത, നീ എന്ത് ചിന്തിച്ചിരിക്കുകയാണ്. कि बालों की घाटें भी तुझसे टिक से निकलती नहीं, അവർ ഇത് പറഞ്ഞിട്ടാണ് വഴക്ക് പറയുന്നത്. അതായത് മുടിയുടെ കെട്ടുകൾ പോലും, ഘാണ്ട എന്ന് പറഞ്ഞാൽ ആ കെട്ട് അല്ലെങ്കിൽ കുരുക്ക്, മുടി ജട പിടിക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ, കെട്ട് അല്ലെങ്കിൽ കുരുക്ക്. അപ്പോൾ പറയണ ബാലോം കി ഘാണ്ടേ ബി തുജസെ ടിക് സെ നികൽത്തി നഹീം, അതായത് മുടിയുടെ കെട്ട് പോലും കൃത്യമായിട്ട് നേരെ തിരിച്ച് വേർതിരിച്ചെടുക്കാൻ കഴിയാതെയാണ് നീ ഇരിക്കുന്നത്, നീ എന്ത് ചിന്തിച്ചാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ ഇടയ്ക്ക് വഴക്ക് പറയുകയും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല നല്ല കാര്യങ്ങളും ഉപദേശങ്ങളും കൊടുക്കാനായിട്ട് അവർ ഓടി വരികയാണ് ചെയ്യുന്നത്. ആരാണ് വരുന്നത്? മൗസിയ. അപ്പോൾ അതിൽ പറയുന്ന 2 സ്റ്റാൻസാണ് നമ്മളെടുത്തുള്ളത്. ഇതിൽ പറയുന്നത് ലഡ്കി ഗർഭവതി ഹോ ജാനെ കി ഖബർ മിൽത്തെ സമയ അചാനക് യെ മൗസിയ ബാരിഷ് के बीच में आए धूप की तरह थोड़े समय के लिए आती है. कौन आती है? मौसियम आती है. अपने हाथ के, यहाँ लड़की के घर में आते समय अपने हाथ के बुने स्वेटर, हाथ से बना हुआ तिल के लड्डू और साड़ी लेकर भी आती है. पहली गर्भ की खबर सुनकर झूला झुलाने के लिए, अपना खुशी प्रकट कराने के लिए, गर्भ के अंतरिम रपट सुनाने के लिए, ग्रह चक्र बताने के लिए और गर्भकाल के आलस्य को निपटाने का सलाह देने के लिए ये मौसियाँ आती है. वे लोग घर में आकर झाले झाड़ती है, मेहनत से आसपास साफ कर देती है. उस लड़की की बाल टेक करती है, चोटी भी टेक कर देती है. कभी डांट कर देती है कि हे पगली तो क्या सोच विचार में रहती है. बालों की गांठ तक किसी तरह से निकालती नहीं. അപ്പോൾ ഇവിടെ ഓരോരോ കാലങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ആദ്യത്തെ ആ സന്തോഷ വാർത്ത അറിയുമ്പോൾ അവിടെ പണ്ടത്തെ കാലത്ത് ഓടി വന്നിരുന്ന അമ്മയുടെ സഹോദരിമാരെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള സംഭവങ്ങളില്ല എന്നാണ് നമ്മുടെ കവയിത്രി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ചും കൂടി നമുക്കുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.